start our session for today. Union Environment Ministry notified the Greenhouse Gases Emission Intensity Target Rules 2025. അതായത് ഓരോ ഇൻഡസ്ട്രിയും എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ കുറയ്ക്കണം, അവർക്ക് ഓരോ ഇൻഡസ്ട്രീസിനും അവരുടേതായ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് യൂണിയൻ എൻവയൺമെന്റ് മിനിസ്ട്രി. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം ഇത്ര ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പാരീസ് അഗ്രിമെന്റിൽ നമ്മൾ ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാരീസ് അഗ്രിമെന്റ് സൈൻഡ് എൻറ്റിറ്റി ആണ്. സോ 2070 ആകുമ്പോഴത്തേക്കും നമ്മൾ നെറ്റ് സീറോ എമിഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അത് നമ്മുടെ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. ഇതെല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. പ്രപ്പോസസ് ലീഗലി ബൈൻഡിങ് GHG എമിഷൻ ടാർഗറ്റ്സ് ഫോർ ഓവർ 400 ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. അപ്പോൾ ലീഗലി ബൈൻഡിങ് ആണ്. ഇവർ ഈ ഒരു ടാർഗറ്റ് തെറ്റിച്ചാൽ ഇവർക്ക് എന്ത് സംഭവിക്കും? അതായത് ഇവർക്കെതിരെ കേസ് എടുക്കാം. ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ടാർഗറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 400 ഇൻഡസ്ട്രി യൂണിറ്റ്സിന് ഈ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള 4 സെക്ടേഴ്സിന് അലുമിനിയം, സിമെന്റ്, ക്ലോർ ആൽക്കലി ആൻഡ് പൾപ്പ് ആൻഡ് പേപ്പർ ഇവയ്ക്കും ടാർഗറ്റ് ഉണ്ട്, എമിഷൻ കട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല അയൺ ആൻഡ് സ്റ്റീൽ, ഫെർട്ടിലൈസർ, പെട്രോളിയം റിഫൈനിങ്, പെട്രോ കെമിക്കൽസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഇതുപോലുള്ള 5 അഡീഷണൽ സെക്ടേഴ്സിനും ഈ ഒരു ടാർഗറ്റ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ആ ടാർഗറ്റിന് മേലിൽ അവര് അതിന് മുകളിലേക്ക് അവർ എമിഷൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇന്റൻസിറ്റി എന്നാണ് GEI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണിത്? എത്ര ടൺ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഒരു ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എമിറ്റ് ചെയ്യുന്നു, അതാണ് GEI അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ഔട്ട്പുട്ടിന് എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഈ ഓരോ ഇൻഡസ്ട്രിയും എമിറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു അളവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അളവ് എന്തിനു വേണ്ടിയിട്ടാണ്? കാർബൺ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓരോ ഔട്ട്പുട്ടിനും എത്രത്തോളം കുറവ് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നു അത്രത്തോളം ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കാർബൺ എഫിഷ്യന്റ് ആണ്. സോ കാർബൺ എഫിഷ്യൻസി, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇന്റൻസിറ്റി ഇത് ഇന്റർലിങ്ക്ഡ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇന്റൻസിറ്റി കുറയും തോറും കാർബൺ എഫിഷ്യൻസി ആ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഇൻഡസ്ട്രിക്കും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ്? ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഹൗസ് പോലെ അതിനകത്ത് അവർ പ്ലാന്റ്സിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സ്ട്രക്ചർ അറ്റ്മോസ്ഫിയറായിട്ട് ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ ഈ ടെറേറിയം പോലെ വർക്ക് ചെയ്യും. അതിനകത്തേക്ക് വരുന്ന ഹീറ്റ് തിരിച്ച് എസ്കേപ്പ് ചെയ്യാനും പറ്റില്ല. അത് മാത്രമല്ല ആ ഒരു ഗ്രീൻ ഹൗസിനകത്തുള്ള ടെമ്പറേച്ചർ പതുക്കെ കൂടുകയും ചെയ്യും. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഗ്ലാസ് ഹൗസ് അവരെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ അകത്ത് ടെമ്പറേച്ചർ ട്രാപ്പ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഒരു കുറച്ച് കൂടിയ അളവിൽ ടെമ്പറേച്ചർ കൊണ്ടുവരുന്ന ആ ഒരു ഇഫക്റ്റിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്ലാസ് ഹൗസസിനകത്ത് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വളർത്തും. അപ്പോൾ സൂര്യന്റെ രശ്മികൾ അകത്തേക്ക് കടക്കും, പക്ഷെ ആ ഒരു ചൂട് അകത്ത് ട്രാപ്ഡ് ആവും, പുറത്തേക്ക് പോവില്ല. അപ്പോൾ അകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രശ്നം. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റ് മിനിസ്ട്രി ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ ടാർഗറ്റ് വെച്ചിട്ട് അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതും ആഗോളതലത്തിൽ പാരീസ് അഗ്രിമെന്റ് കൊണ്ടുവന്നിട്ട് രാജ്യങ്ങൾ ഫുൾ ശ്രമിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് കാരണം എർത്തിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അമിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഗ്ലോബൽ വാർമിങ്ങിലോട്ട് നയിക്കുകയാണ്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ആഗോള താപനം, എർത്തിന്റെ ചൂട് സഹിക്കാവുന്നതിലധികം കൂടുകയാണ്. അപ്പോൾ അകത്തുള്ളവരൊക്കെ എന്ത് സംഭവിക്കും? അകത്തുള്ളവർക്കൊക്കെ സ്പീഷീസ് ആണെങ്കിൽ ചൂട് താങ്ങാനാവാതെ ചിലപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാം, അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷന്റെ വക്കിലാണ് ഇപ്പോൾ തന്നെ. ഇനിയും കൂടിക്കഴിഞ്ഞാൽ 60,000 സ്പീഷീസ് ഒറ്റയടിക്ക് തന്നെ നശിച്ചു പോകും എന്നാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതാണെന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ക്ലോറോഫ്ലോറോ കാർബൺസ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇവയ്ക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ, എർത്തിൽ നിന്ന് പോകുന്ന ഈ റേഡിയേഷൻ തടഞ്ഞു നിർത്തുകയും എർത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കാനുള്ള കഴിവും ഈ ഗ്യാസസിന് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവയെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഏതൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ള ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്, PYQ ആണ്. Hence, these gases are known as greenhouse gases and the heating effect is known as greenhouse effect. അപ്പോൾ ഈ പറഞ്ഞവയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇവയുണ്ടാക്കുന്ന ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഈ ഒരു ഇഫക്റ്റ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, ഫിനോമിനൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ ഐസ്ബർഗ്സ് ഉരുകാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഉരുകിക്കൊണ്ടിരിക്കുന്നു.
ഇൻക്രീസിങ് മെൽറ്റിംഗ് ഓഫ് ക്രയോസ്ഫിയർ. എടാ ഈ ക്രയോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ ഈ ഗ്ലേഷ്യേഴ്സ്, അതുപോലെ തന്നെ ഐസ്ബർഗ്സ്, സ്നോ കവർ, ഇതെല്ലാം ക്രയോസ്ഫിയറിൽ വരുന്നത്. ഐസ്ബർഗ്സ് ഉരുകുമ്പോൾ സീ ലെവൽ റൈസ് ചെയ്യും. ഇപ്പോൾ തുവാളു എന്ന രാജ്യം മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ലോകത്തിൽ ആദ്യമായിട്ട് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മുങ്ങിപ്പോകുന്ന ആദ്യത്തെ രാജ്യമാണ് തുവാളു. അത് കഴിഞ്ഞ് ക്ലോറൽ ബ്ലീച്ചിങ് ഉണ്ടാവും. അതായത് ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുക? അസിഡിഫിക്കേഷൻ ഓഫ് സീ വാട്ടർ, അതുപോലുള്ള സംഭവങ്ങൾ, ടെമ്പറേച്ചർ സഹിക്കാനാവാതെ കോറൽസ് ബ്ലീച്ച് ആയിപ്പോകും. ഇനി എന്താണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ടൺ കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് മറ്റൊരു ഗ്യാസിന് എത്രത്തോളം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് എത്രത്തോളം ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് തടഞ്ഞു നിർത്തും. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. കാർബൺ ഡയോക്സൈഡ് എത്രത്തോളം ഒരു ഗിവൺ പീരീഡിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുമോ അതേ കണക്കിന് ഒരു ടൺ മറ്റൊരു ഗ്യാസ് എടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡിനെ പോലെ എത്രത്തോളം ഇതിനും ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് എനർജി ദ എമിഷൻ ഓഫ് 1 ton ഓഫ് എ ഗ്യാസ് വിൽ അബ്സോർബ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം റിലേറ്റീവ് ടു ദ എമിഷൻ ഓഫ് 1 ton ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ദ മോർ ദാറ്റ് എ ഗിവൺ ഗ്യാസ് ഫോംസ് എർത്തിനെ ചൂടാക്കാനുള്ള ആ ഒരു ഗ്യാസിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പോൾ 100 വർഷത്തെ കണക്കിലാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എടുക്കുന്നത്. തന്നിരിക്കുന്ന ടേബിൾ നോക്കിയാൽ അറിയാം. കാർബൺ ഡയോക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആണ്. മീഥേൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നോക്കിക്കേ. 21 ആണ്. 21 ഇരട്ടിയാണ് കാർബൺ ഡയോക്സൈഡിനേക്കാളും. നൈട്രസ് ഓക്സൈഡ് 310. എവിടെ വന്ന് നിൽക്കുന്നു നോക്കിക്കേ. ഹൈഡ്രോഫ്ലോറോ കാർബൺസ് ആണെങ്കിൽ 140 മുതൽ 11,700 വരെയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. പെർഫ്ലോറോ കാർബൺസിന് 6,500 മുതൽ 9,200 വരെയാണ്. അതായത് അത്രയും ഇരട്ടിയാണ് അതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, മെയിൻ വില്ലൻ, ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാസ് ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്ന വാക്ക് മറക്കാതിരിക്കുക. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ള ആശാനാണ്. 23,900 ആണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. SF6 എന്നാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ പേര്. ഓക്കെ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് മറക്കരുത്. കാർബൺ ഡയോക്സൈഡിൻ്റെ ലൈഫ് ടൈം എത്രയാണ്? 50 മുതൽ 200 വർഷം വരെയാണ്. ഒരിക്കൽ എമിറ്റ് ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ പെർസിസ്റ്റ് ചെയ്യുന്നത്. മീഥേൻ ആണെങ്കിലോ അതൊരു സമാധാനമുണ്ട്, 12 വർഷം മാത്രമേ പെർസിസ്റ്റ് ചെയ്യുള്ളൂ. നൈട്രസ് ഓക്സൈഡ് 120 ഇയേഴ്സ് വരെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകും ഒരിക്കൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഹൈഡ്രോഫ്ലോറോ കാർബൺസും 270 ഇയേഴ്സ് വരെ ഉണ്ടാകും. പെർ ഫ്ലോറോ കാർബൺസ്, ഇറ്റ്സ് എൻ അലാമിംഗ് നമ്പർ, 800 മുതൽ 50,000 വർഷം വരെ ഈ ഒരു ഭൂമിയിൽ അത് വൺസ് എമിറ്റ് ചെയ്താൽ അങ്ങനെ തന്നെ നിലനിൽക്കും. സൾഫർ ഹെക്സാഫ്ലൂറൈഡ്സ് 3,200 വർഷം വരെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കും. സോ അവിടെ നോക്കിക്കോ, ലൈഫ് ടൈം ഏറ്റവും കൂടുതൽ പെർ ഫ്ലോറോ കാർബൺസിനാണ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ സൾഫർ ഹെക്സാഫ്ലൂറൈഡിനാണ്. ഇനി ഈ ഗ്യാസിൻ്റെയൊക്കെ സോഴ്സ് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, ബേണിംഗ് ഫ്യൂവൽസ്, ഡിഫോറസ്റ്റേഷൻ എക്സെട്ര. കാർബൺ മോണോക്സൈഡ്, അയറൺ ഓർ സ്മെൽറ്റിംഗ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, ബേണിംഗ് ഇ വേസ്റ്റ്. മീഥെയിൻ്റെ കുറച്ച് ഒരു രസകരമാണ്. ഈ പാഡി ഫീൽഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പാഡി ഫീൽഡ്സും വെറ്റ്ലാൻഡ്സും, ഇവയിൽ നിന്നെല്ലാം വളരെയധികം മീഥെയിൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു PYQ ആണ്. മീഥെയിൻ എമിഷൻ സോഴ്സസ് ചോദിച്ചിട്ട് പാഡി ഫീൽഡ്സ്, വെറ്റ്ലാൻഡ്സ് ഒക്കെ ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. So, paddy fields, excrete of cattle and other livestock, termites, burning of fossil fuel, wood, landfills, wetlands, fertilizer factory, ഇവയെല്ലാം മീഥെയിൻ്റെ സോഴ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നൈട്രസ് ഓക്സൈഡ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ, വുഡ് ആൻഡ് ക്രോപ്പ് റെസിഡ്യൂ, ഫെർട്ടിലൈസേഴ്സ്. ക്ലോറോഫ്ലോറോ കാർബൺസ്, റെഫ്രിജറേഷൻസ്, സോൾവെൻസ്, ഇൻസുലേഷൻ ഫോംസ്, എയറോ പ്രൊപ്പല്ലൻസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസസ്. ക്ലോറോഫ്ലോറോ കാർബൺസ് നമ്മൾ സ്കൂൾ ടൈം മുതലേ പഠിക്കുകയാണല്ലേ. നമ്മുടെ ACസിലും ഫ്രിഡ്ജിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ക്ലോറോഫ്ലോറോ കാർബൺസ് ആണ്, CFCs ആണ്. അടുത്ത ഹൈഡ്രോഫ്ലോറോ കാർബൺസ്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ആൻഡ് അതർ ഇൻഡസ്ട്രീസിലാണ് ഹൈഡ്രോഫ്ലോറോ കാർബൺസ് ഉള്ളത്. പെർഫ്ലോറോ കാർബൺ സെയിം ആസ് HFCs പ്ലസ് അലുമിനിയം സ്മെൽറ്റിംഗ് ഫാക്ടറി എന്നൊക്കെ വരുന്നത് പെർഫ്ലോറോ കാർബൺസ് ആണ്. സൾഫർ ഹെക്സാഫ്ലൂറൈഡിൻ്റെ സോഴ്സ് നോക്കി വെക്കുക. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റം, മഗ്നീഷ്യം ആൻഡ് അലുമിനിയം പ്രൊഡക്ഷൻ. അപ്പോൾ നന്നായി നോക്കി വെക്കുക. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്, സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ graph which is showing global net anthropogenic GHG emission 1990s to 2019. 2019 വരെയുള്ള നമ്മുടെ GHG എമിഷൻ്റെ കണക്കാണ് ഈ കാണിക്കുന്നത്. ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിൻ്റെ
ഒരു അളവ് തന്നെ വളരെയധികം അലാമിംഗ് ആയിട്ട് കൂടിയിട്ടുണ്ട്. നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ, നെറ്റ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ലാൻഡ് യൂസ്, ചേഞ്ച് ഫോറസ്ട്രി, ദെൻ കാർബൺ ഡയോക്സൈഡ് ഫ്രം ഫോസിൽ ഫ്യൂൽ ഇൻഡസ്ട്രി. ഇതെല്ലാ കണക്കും ഇവിടെ ഏത് കണക്ക് നോക്കിയാൽ തന്നെയും വളരെയധികം അലാമിംഗ് ആയിട്ടുള്ള റേറ്റിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ് ഫോർ ടുഡേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.